ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊരിച്ച പത്തിരി ഇല്ലേ? പൊരിച്ച പത്തിരിൻ്റെ സ്മോൾ പൊരിച്ച പത്തിരി ആട്ടോ ഉണ്ടാക്കുന്നത്. ഇത് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ, വളരെ ടേസ്റ്റിയാണത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. പിന്നെ ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ചീരുള്ളി ഇല്ലേ? ചീരുള്ളി കൂടുതൽ എടുക്കണം കേട്ടോ. പിന്നെ വേണ്ടത് വെളുത്തുള്ളി ഇല്ലേ? അത് കുറച്ച് മതി. രണ്ടും കൂടി ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. പിന്നെ ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിൽ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചില്ലേ ചീരുള്ളിയും വെളുത്തുള്ളിയും അതൊന്ന് അതിൽ ഇട്ട് കൊടുക്കാം. ഇട്ടൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് കറി ലീവ്സ് ഇല്ലേ? കറിവേപ്പിൻ്റെ ഇല, അത് കുറച്ച് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. പിന്നെ ഇതില്ലേ ജീരകം, ചെറിയ ജീരകം മതി കേട്ടോ, കുമിൻ സീഡ്, അതിട്ട് കൊടുക്കും കുറച്ച്. പിന്നെ വേണ്ടത് വെള്ളം. ഇതിലേക്ക് വേണ്ട എത്ര വെള്ളമാണോ പൊടിക്കനുസരിച്ച് വെള്ളം എടുക്കാം കേട്ടോ. 2.5 കപ്പ് പൊടിക്ക് 3 കപ്പ് വെള്ളം യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ട്. പിന്നെ വേണ്ടത് കരിഞ്ജീരകമില്ലേ? അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അത് നല്ലതാണ്, ഒരു മെഡിസിനാണ് കരിഞ്ജീരകം എന്ന് പറയുകയാണെങ്കിൽ. പിന്നെ തേങ്ങയില്ലേ, കൊക്കനട്ട്, അതും 1 കപ്പോ 1/2 കപ്പ് നമുക്ക് ആവശ്യമുള്ള അത്ര ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ഓയിലില്ലേ, കുറച്ച് ഓയിൽ മതി കേട്ടോ, അതും ഇതിൽ യൂസ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് പൊടിയില്ലേ, റൈസ് പൗഡർ, അതിട്ടിട്ട് ഇട്ട് കൊടുക്കാം. റൈസ് പൗഡർ നന്നായിട്ട് വേവിച്ചെടുക്കണം, അതിനൊരു തട്ട് യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ അതുപോലെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടാവും. അത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കേട്ടോ തീ ഓഫ് ചെയ്തിട്ട് പിന്നെ ഒരു തളികയിലേക്ക് ഈ പൊടിയില്ലേ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഈ കപ്പ് കൊണ്ടാട്ടോ മാവ് കുഴച്ചെടുക്കുന്നത്. പെട്ടെന്ന് നമുക്ക് മാവ് കുഴച്ചെടുക്കാൻ പറ്റുമോ? ഈ ടൈമിൽ നല്ല ചൂടുണ്ടായിരിക്കും മാവ്. അപ്പോൾ നമുക്ക് കൈക്കൊണ്ട് കുഴച്ചെടുക്കാൻ കുറഞ്ഞൊരു പ്രയാസമായിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഈ കപ്പ് യൂസ് ചെയ്തിട്ടാണ് കുഴച്ചെടുക്കാറ്. അതിന് കപ്പിൻ്റെ മുകളിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പെട്ടെന്ന് മാവ് ഒന്ന് വിട്ട് പോരും. ഒരു ഡോ ആക്കിയതിന് ശേഷം ഒരു 5 പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അത് ഓരോന്നും പരത്തിയെടുക്കാം കേട്ടോ. അങ്ങോട്ട് ഈ ഗ്ലാസ് യൂസ് ചെയ്തിട്ട് സർക്കിളിൻ്റെ ഷേപ്പിലൊന്ന് ഷേപ്പാക്കിയെടുക്കാം ഓരോ പത്തിരികളും. ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി സ്റ്റൗവിൽ ചീനച്ചട്ടി വെച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം ആ എണ്ണയിൽ ഇട്ട് പൊരിച്ചെടുക്കാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് മക്കളൊക്കെ മദ്രസ ഇട്ട് വന്നതിന് ശേഷം അവർക്കിത് കഴിക്കാൻ കൊടുത്തു. 2 പേർക്കും ഇന്നത്തെ ലഞ്ച് ഇത് മതി പറഞ്ഞിട്ട് അവർ ഇന്ന് ഇതാ കൊണ്ടുപോയി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് സ്മോളായിട്ടുള്ള പൊരിച്ചപ്പത്തിരി കേട്ടോ. സ്മോളാക്കി ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. നൈസാക്കി എടുക്കുകയാണെങ്കിൽ നല്ല നെരിച്ചിലോടൊക്കെ തിന്നാനും ചൂടോടെ തിന്നുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അവർക്ക് 2 പേർക്കും ലഞ്ചായിട്ട് ഇതാട്ടോ കൊടുത്തു വിട്ടത്. ഇത് മതിയെന്ന് പറഞ്ഞപ്പോൾ മോനും മോളും വാശി പിടിച്ചപ്പോൾ പിന്നെ ഇതന്നെ കൊടുത്തു. ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കണേ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ദോശയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇതിലേറെ സിമ്പിളായിട്ടാണ് തോന്നണം ഇതുണ്ടാക്കാൻ. ഇതുണ്ടാക്കിയതിന് ശേഷമുള്ള അഭിപ്രായവും അറിയിക്കണേ കമൻ്റായിട്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ അതുപോലെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. Thanks for watching.